നമുക്കിന്നൊരു ചപ്പാത്തിയും ചിക്കൻ കറി ആക്കിയാലോ? ഒരു സിമ്പിളായിട്ടുള്ള ചപ്പാത്തിയും ചിക്കൻ കറി. ഭയങ്കര സെറ്റപ്പ് കറിയൊന്നുമല്ല കേട്ടോ. ചെറിയൊരു ചപ്പാത്തി ചിക്കൻ കറി തുടങ്ങാം. നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ കറിയും കൂടെ നോക്കാം. നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാം. കറി വയ്ക്കുന്നത് ഞാൻ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ ചെറിയ രീതിയിലൊരു സാധാരണ കറിയാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് കൂടുതൽ കേട്ടോ. കുഞ്ഞുള്ളി കൂടുതലായിട്ടുണ്ട്. സവാള ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എന്തിനാക്കാം. ഓയില് കൂടുതൽ ചേർക്കാതെ പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. ഓയിലൊന്നും പറഞ്ഞ് ടേസ്റ്റ് ഇല്ലെന്നൊന്നും ആരും വിചാരിക്കരുത്. ഓയിലിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ശകലം, അതായത് ഒരു തുള്ളി എണ്ണയാണ് കേട്ടോ. ഒരു തുള്ളി എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എണ്ണ. തുള്ളി എണ്ണ ഒഴിക്കുന്ന ഈ പാത്രത്തിന്റെ അടിയിലോ കരിഞ്ഞു പിടിക്കാതിരിക്കും. അടച്ചു വെക്കരുത് കേട്ടോ. അടച്ചു വെച്ചാൽ എണ്ണ ഇല്ലാത്ത അടി പിടിക്കണം. വിളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നന്നായിട്ട് വാടി കിട്ടട്ടെ. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. എന്റെ മുളക് പൊടിക്ക് എരി കൂടുതലാട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഒരുപാട് അങ്ങ് ഇടുന്നില്ല. കാരണം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാനുള്ളതാണ്. മുളക് പൊടി മല്ലിപ്പൊടി ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി നല്ല നാച്ചുറൽ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിച്ചല്ല, നമ്മുടെ ഇവിടുത്തെ മഞ്ഞൾ തന്നെ എടുത്ത് ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടിയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ മുളക് ഉണക്കി പൊടിച്ച കുരുമുളക് പൊടി. ചിക്കൻ മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്നുള്ളൂ. നമുക്ക് ചിക്കൻ അങ്ങോട്ട് വാരിയിടാം, അല്ലെങ്കിൽ പൊടി കഴിക്കും. വെള്ളമില്ലാത്തതുകൊണ്ട് എണ്ണയില്ലാത്തതുകൊണ്ടോ അയ്യായിരിക്കണം. കുറച്ച് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉപ്പ് കൊടുക്കാം. വെള്ളം എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഡ്രൈനൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണ്ടത് നമ്മൾ വെണ്ണ അധികം ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം ഇച്ചിരി തോന്നിട്ട്. ചിക്കൻ വെന്ത് കിട്ടണ്ടേ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവട്ടെ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടാം. കറി മസാല, ഗരം മസാല, കറി മസാല എന്നിട്ടൊന്ന് ഇളക്കി. അങ്ങനെ നമ്മുടെ എണ്ണ ചേർക്കാത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ചെറിയ തീയിലിങ്ങനെ ഇരുന്ന് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കോഴിലരിയും ചേർക്കാറ് നല്ല സൂപ്പർ ചിക്കൻ കറി കണ്ട. നല്ല കുറുകുറായിരിക്കുന്ന ചിക്കൻ കറി. ഗ്രേവി വേണ്ടാത്തവർക്ക് ഇച്ചിരി കൂടെ കുറയ്ക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി കൂടെ കുറയ്ക്കും. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇതൊക്കെയാണ് കേട്ടോ. 2 ചപ്പാത്തിക്ക് ഉരുട്ടി അങ്ങോട്ട് വെച്ചിട്ട് അതെടുത്ത് ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് പരത്തി എടുത്തിട്ട് പിന്നെ അത് രണ്ടാക്കി എടുത്തിട്ട് അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. ഒരു വെടിക്ക് 2 വശയിൽ നിന്നാണല്ലോ. ആ ടൈപ്പിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ. എൻ്റെ ചപ്പാത്തിക്ക് ഷേപ്പൊന്നും ഉണ്ടാകുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടാകുമെന്നാൽ ഞാൻ നല്ല നൈസായിട്ട് ഉണ്ടാക്കും കേട്ടോ. കട്ടിയൊന്നും കാണത്തില്ല. അപ്പം നല്ല രീതിക്ക് ആ ചപ്പാത്തി ഉരുട്ടലെല്ലാം പരത്തി എടുത്ത് അടുക്കി വെക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതാണല്ലോ എളുപ്പം. ചപ്പാത്തിയും ചിക്കൻ കറി ആക്കാം ഇല്ലേ? ചപ്പാത്തി ആക്കി ചിക്കൻ കറി ഇരിക്കും. അത് രണ്ടും കൂടെ ആകുമ്പോൾ ഇന്നത്തെ കാര്യം സെറ്റ്. തീ കുറച്ച് വെച്ചില്ലെങ്കിലേ ചപ്പാത്തി ചിലപ്പോൾ ഫ്രൈ ആയിട്ട് വരും. ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഷേപ്പൊന്നുമില്ല കേട്ടോ. ഇത് ചിലപ്പോൾ കേരളത്തിൻ്റെ ഷേപ്പിലോ ഇന്ത്യയുടെ ഷേപ്പിലോ ഒക്കെ ഇരിക്കും കേട്ടോ. പക്ഷേ ടേസ്റ്റിനൊരു കുറവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറിയും ചമ്മന്തി കറിയൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ. നല്ല കട്ടി കുറഞ്ഞ സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊന്ന് തട്ടി വിടുന്നേ ഉള്ളൂ. നിങ്ങളെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവിടെ മാത്രമേ ടേസ്റ്റുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. അങ്ങനല്ല കേട്ടോ. ചുമ്മാ
അത് ഇച്ചിരി വളഞ്ഞു പോയി. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം നല്ല ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ, നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഉരുട്ടി പരത്തി കല്ലിലിട്ട് വേവിച്ച് വീണ്ടും ഒരെണ്ണം ഇട്ട് അങ്ങനെ ചെയ്തില്ല കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ഉരുട്ടി പരത്തി വയ്ക്കും, എന്നിട്ട് ഓരോന്നോരോന്നെടുത്ത് ചുട്ടിടും. എനിക്കതാ എളുപ്പം, മറ്റേത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല കഴിച്ചത് കേട്ടോ, പക്ഷേ ഞാൻ പൊറോട്ട കഴിച്ചത്. അങ്ങനെ നമ്മൾ അടിപൊളി ചപ്പാത്തിയും സൈഡിൽ കുറച്ച് ചിക്കൻ കറി പിന്നെ കുറച്ച് ഉള്ളിക്കറി വെച്ചിരുന്നു കേട്ടോ, അതും കൂടെ സൈഡിൽ വെക്കാം. ഇഷ്ടമുള്ളവരത് കഴിക്കട്ടെ. അങ്ങനെ നമ്മളെ ചപ്പാത്തി പരിപാടിയും ചിക്കൻ കറി പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.